ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ചേരുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനം, നമുക്ക് ഒരു അപക്വമായ പ്രതികരണമായി രാഹുൽ ഗാന്ധിയുടെ പല പ്രതികരണങ്ങളും കാണാൻ സാധിക്കില്ല. അദ്ദേഹം പല വിദേശ സർവകലാശാലകളിൽ പോകുന്നു, ഭാരതത്തിന്റെ ജനാധിപത്യവിരുദ്ധമായി സംസാരിക്കുന്നു, ഒപ്പം ചൈനീസ് എംബസി പോകുന്നു, അവിടെയും അത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ആയിക്കോട്ടെ, ഒപ്പം ഈ ബലാക്കോട്ട് ആക്രമണമാകട്ടെ, അപ്പോഴൊക്കെ സൈനികരുടെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എന്തായാലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് രാഹുൽ ഗാന്ധി ഈ രാജ്യസുരക്ഷയ്ക്ക് തന്നെ അപകടകാരി എന്ന് തന്നെയാണോ? അങ്ങനെയുള്ള ആൾ ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ആ സ്ഥാനം തുടരുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, നമ്മുടെ പാർലമെന്ററി മന്ത്രി പറഞ്ഞത് വളരെ കാര്യമായ ഒരു യാഥാർത്ഥ്യ കാര്യമാണ്. ഞാൻ അദ്ദേഹം 2000 ഏത് വർഷം ഞാൻ ഓർക്കുന്നില്ല, 19 വർഷം ലോക്സഭയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സില്, രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് അത് പാർലമെന്റിനും ഇന്ത്യക്കും നല്ലതാണോ എന്ന്. അപ്പൊ ഞാൻ അതിനകത്ത് അനലൈസ് ചെയ്തിരുന്നു, അദ്ദേഹം എത്ര ദിവസം പാർലമെന്റിൽ വന്നു, എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, എത്ര 0 hour സബ്മിഷൻ ഉണ്ട്, എത്ര സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്, എത്ര പ്രസംഗങ്ങളുണ്ട്, ഇതൊക്കെ നോക്കിയാൽ പുള്ളിക്ക് യാതൊരു താല്പര്യവും പാർലമെന്റിൽ കാണുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യാഥാർത്ഥ്യ കണക്കുകളാണ്. ആ കണക്കുകളെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുക, അത് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും, മിക്കവാറും രാജ്യങ്ങളിൽ ഒരു എഴുതാത്ത ഒരു നിയമമുണ്ട്. നമ്മൾ വിദേശത്ത് പോകുമ്പോഴെങ്കിലും നമ്മുടെ രാജ്യത്തിന് എതിരായിട്ട് സംസാരിക്കരുത്, നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരിത് സംസാരിക്കരുത്. കാരണം നമ്മൾ വിദേശത്ത് പോകുമ്പോൾ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്നൊരു തോന്നലുണ്ടാകണം. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഒരു എഴുതാത്ത നിയമമാണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി എപ്പോൾ പുറത്തു പോകുന്നോ അവിടെയൊക്കെ സംസാരിക്കുന്ന ഇന്ത്യക്കെതിരെയാണ്, ഭരണകക്ഷിക്കെതിരെ ഞാൻ പറയാം, ഇന്ത്യക്കെതിരെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊക്കെ ഒരു മച്യൂരിറ്റി ഇല്ലാത്ത ഒരു വെറും സ്കൂൾ കുട്ടികളെ കുട്ടികൾ പോലും ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും കുഞ്ഞു കുട്ടികളെ പോലൊക്കെ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു കാര്യം പഠിക്കൂല, ആര് പറഞ്ഞാലും കേൾക്കൂല. ഇതൊക്കെ ഒരു നേതാവിന് പറ്റിയതല്ല. തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ നേതാവാണെങ്കിൽ, ലോക്സഭയിലെ നേതാവാണെങ്കിൽ, LOP ആണെങ്കിൽ കാര്യങ്ങൾ പഠിക്കണം, ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കണം, സഭയിലിരുന്ന് പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. അല്ലാതെ എങ്ങനെയാണ് മറുപടി പറയുന്നത്? അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പൊതുവായിട്ടുള്ള ജീവിത ശൈലി തന്നെ എനിക്ക് തോന്നുന്നു രാജ്യസുരക്ഷയ്ക്കൊരു ഒരു ഡേഞ്ചറാണ്, ഒരു അപകടമാണ്. തീർച്ചയായും അൽഫോൺസ് കണ്ണന്താനം, അത് തന്നെയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്, അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ വേണം പ്രതികരിക്കേണ്ടത്. താങ്കളുടെ നിരീക്ഷണം വളരെ കൃത്യമാണ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.